ഞാൻ കുഞ്ഞിനെ കൊന്നു, നല്ല രസമായിരുന്നു എന്നവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വളരെ അഭിമാനത്തോടെയാണ് താൻ അവളെ കൊന്നുവെന്ന് അവൻ സമ്മതിച്ചത്. എന്തോ വലിയ കാര്യം ചെയ്ത ആവേശമായിരുന്നു അവൻ്റെ ശബ്ദത്തിൽ. തലക്കടിച്ചു കൊന്നു കുഴിച്ചുമൂടിയ മൺകൂനക്കരികിലേക്ക് ഗ്രാമീണരെ കൊണ്ടുപോയതും അവൻ തന്നെയായിരുന്നു. മണ്ണിൽ 2-3 ചെടികളും അവൻ നട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട നാട്ടുകാരും കുടുംബവും ഞെട്ടി. അന്നവിടെ കണ്ടത് ലോകത്തെ നടുക്കിയ 8 വയസ്സുകാരൻ അമർജീത് സദ എന്ന കുട്ടി സീരിയൽ കില്ലറുടെ ജനനമായിരുന്നു. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. ആയിരത്തി 1998 ബീഹാറിലെ മുഷാഹറിലായിരുന്നു അമർജീത് സദയുടെ ജനനം. മാതാപിതാക്കൾക്ക് അവൻ്റെ ജനനം വലിയൊരു ആശ്വാസമായിരുന്നു. എക്കാലവും വിജയിക്കുന്നവൻ എന്നർത്ഥം വരുന്ന അമർജീത് എന്ന പേര് അവർ അവന് നൽകി. എന്നാൽ തങ്ങളുടെ കുഞ്ഞ് 7 വർഷത്തിനുള്ളിൽ സ്വന്തം വീടിനെയും അയൽപ്പക്കങ്ങളെയും തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിടുമെന്ന് ആ മാതാപിതാക്കൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അമർജീത്തിന് 5 വയസ്സുള്ളപ്പോൾ തന്നെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമായിരുന്നു. ഒരു ദിവസം വസ്ത്രത്തിൽ കറകളുമായി തിരിച്ചെത്തിയ അവനോട് അമ്മ കാര്യം തിരക്കിയെങ്കിലും അവൻ മറുപടി നൽകിയില്ല. അവൻ വികൃതി കാണിച്ച് പരിക്കേറ്റതാകുമെന്ന് കരുതിയ അമ്മ ദുഷ്ടശക്തികളിൽ നിന്ന് സംരക്ഷിക്കാൻ അവനെ അമ്പലത്തിൽ കൊണ്ടുപോയി തകിട് ജപിച്ചു കെട്ടിച്ചു. പ്രായം കൂടുന്നതിനനുസരിച്ച് അവൻ ഉൾവലിഞ്ഞു. മോഷ്ടിക്കുന്നത് ഒരു ശീലമായി മാറി. അവന് 7 വയസ്സുള്ളപ്പോഴാണ് അമ്മയുടെ സഹോദരി തൻ്റെ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ നോക്കാനായി സദായുടെ വീട്ടിലേൽപ്പിച്ചത്. ഒരു ദിവസം അമ്മ ചന്തയിൽ പോയ നേരം നോക്കി അമർജീത് കുഞ്ഞിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ കരച്ചിൽ അവന് ആനന്ദമായിരുന്നു. നുള്ളിയും അടിച്ചും തുടങ്ങിയ ആ ക്രൂരത ഒടുവിൽ കുഞ്ഞിൻ്റെ ശ്വാസം മുട്ടിക്കുന്നതിലേക്കെത്തി. കുഞ്ഞ് മരിച്ചുവെന്ന് ഉറപ്പായതോടെ അവൻ മൃതദേഹം വീടിന് പിന്നിലെ കൃഷിയിടത്തിൽ കൊണ്ടുപോയി ഇഷ്ടിക കൊണ്ട് തലക്കടിച്ച് വികൃതമാക്കിയ ശേഷം കുഴിച്ചു മൂടി. തിരിച്ചെത്തിയ അമ്മയോട് ഞാൻ കുഞ്ഞിനെ കൊന്നു, നല്ല രസമായിരുന്നു എന്നവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഇത് പ്രായത്തിൻ്റെ വിവരമില്ലായ്മ കൊണ്ട് ചെയ്തതാണെന്ന് കരുതി മാതാപിതാക്കൾ വിവരം പുറത്തറിയിക്കാതെ ഒതുക്കി തീർത്തു. മാസങ്ങൾക്ക് ശേഷം അമർജീത്തിന് ഒരു അനിയത്തി ജനിച്ചു. അവളെ സംരക്ഷിക്കണമെന്ന് മാതാപിതാക്കൾ പറഞ്ഞെങ്കിലും സദായ്ക്ക് അവളോട് താല്പര്യമില്ലായിരുന്നു. 8 മാസം മാത്രം പ്രായമുള്ളപ്പോൾ ആ കുഞ്ഞിനെയും അമർജീത് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി. ഇത്തവണയും കുറ്റം പുറത്തറിഞ്ഞെങ്കിലും അവൻ്റെ പ്രായമോർത്ത് ഗ്രാമവാസികൾ പോലും സംഭവം രഹസ്യമാക്കി വെച്ചു. എന്നാൽ 2007 അയൽവാസിയായ ഖുഷ്ബു എന്ന 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൂടി കൊലപ്പെടുത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഗ്രാമീണരുടെ ചോദ്യം ചെയ്യലിൽ യാതൊരു കുറ്റബോധവുമില്ലാതെ അവൻ കുറ്റം സമ്മതിക്കുകയും കുഞ്ഞിനെ കുഴിച്ചുമൂടിയ സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പോലീസ് പിടിയിലായപ്പോഴും ബിസ്ക്കറ്റും കഴിച്ച് ചിരിച്ചുകൊണ്ടാണ് അവൻ തൻ്റെ കൊലപാതകങ്ങളെക്കുറിച്ച് വിവരിച്ചത്. സൈക്കോ അനലിസ്റ്റുകളുടെ പരിശോധനയിൽ അവന് കണ്ടക്ട് ഡിസോർഡർ എന്ന മാനസികാവസ്ഥയാണെന്ന് കണ്ടെത്തി. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിലൂടെ ആനന്ദം കണ്ടെത്തുന്ന ഒരു അവസ്ഥയാണ്. അന്ന് അവന് 10 വയസ്സ് പോലും തികയാത്തതിനാൽ ഇന്ത്യൻ നിയമപ്രകാരം കഠിന ശിക്ഷ നൽകാൻ സാധിക്കുമായിരുന്നില്ല. 3 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം അവൻ മോചിതനായി. ജനരോഷം ഭയന്ന് സർക്കാർ അവൻ്റെ മോചനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചു. ഇപ്പോൾ ഏകദേശം 28 വയസ്സുണ്ടാകാൻ സാധ്യതയുള്ള അമർജീത് സദ പേരും നാടും മാറ്റി ഇന്നും നമുക്കിടയിൽ എവിടെയോ ജീവിക്കുന്നുണ്ടാകാം. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലർ എന്ന ലേബലിലാണ് ലോകം ഇന്നും അവനെ അടയാളപ്പെടുത്തുന്നത്.